എല്ലാവരും ഒരു സബ് തന്നുകൊണ്ട് ഒരു ലൈക്കും കമന്റും ഒക്കെ ഇട്ട് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആഴ്ചത്തെ വോട്ട് നിങ്ങൾ നമ്മുടെ ജാസ്മിന് കൊടുക്കണം. ഇനി ജാസ്മിന് കൊടുക്കാൻ വിഷമമുള്ളവർ നമ്മുടെ ഗബ്രിക്ക് കൊടുക്കണം. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വളരെയധികം കഷ്ടപ്പാടുകളോടുകൂടി വലിയൊരു സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ അടുത്തേക്ക് ഏഷ്യനെറ്റ് എൻ്റെ മോൾ ഷൈനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ചെന്നൈയിലാണ് ഈ വർഷത്തെ സെറ്റ്. ഞാൻ കേട്ടത് അവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ അത് മനസ്സിലാക്കിയിട്ട് ഫുൾ കരച്ചിലാണ് ഗൈസ്, കരച്ചിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കരഞ്ഞ് മെഴുകി. എന്തിനാണാവോ ഇത്രമാത്രം വെറുപ്പിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് വരാം. നിങ്ങൾക്ക് ആർക്കും എന്നോട് ഇഷ്ടക്കേട് തോന്നിയിട്ട് ഒരു കാര്യമില്ല. കണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു രീതിയുള്ളത് കൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രശ്നം എന്തായിരുന്നു? ജാസ്മിൻ സോഫ സെറ്റിൽ കിടക്കുന്നു. സോ ജിൻഡോ വിളിച്ചു പറയുന്നു ജാസ്മിൻ മൈക്ക് ഇട്ടിട്ട് സംസാരിക്കാൻ, കാരണം അടുത്ത് ഗബ്രി കിടക്കുന്നുണ്ട്. ജിൻഡോ മേ ബി അത് പർപ്പസ്ഫുള്ളി ജാസ്മിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരിക്കാം, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. അത് ജിൻഡോയുടെ ഗെയിം. ഇത് കേട്ടപാടെ ഇത്രമാത്രം പ്രൊവോക്കായി അവിടെ ഇതുപോലെ പൊട്ടിത്തെറിച്ച് കരയാൻ പ്രത്യേകിച്ചൊരു റീസൺ ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് ജാസ്മിൻ കരഞ്ഞത്? കാരണം ബിഗ് ബോസ് ഹൗസിൽ വെള്ളത്തിന്റെ ക്ഷാമം വൈകാതെ വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്കാ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ കരഞ്ഞു മെഴുകി ഇപ്പോൾ സഹതാപ തരംഗം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വോട്ടുകൾ കിട്ടും. അതായത് പുതിയ നാടകങ്ങൾ ഇറക്കി ബിഗ് ബോസ് ഹൗസിൽ ആ കൊച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അരിയാഹാരം കഴിക്കുന്ന ഒരു വ്യക്തികളും ജാസ്മിന്റെ ഈ ഡ്രാമ അംഗീകരിക്കില്ല. ഇന്നലെയാണെങ്കിലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, ലാലേട്ടൻ വന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ കുറെ സീൻസ് നമ്മളെ കാണിച്ചായിരുന്നു, ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സീൻസ്. അതില് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞ ഗബ്രിയെ ഒരു കോഴിയാക്കി ജാസ്മിനെ അത്യാവശ്യം പൊക്കിപ്പിടിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള സീൻസാ കാണിച്ചത്. അതൊന്നുമല്ല, നമ്മൾ പല ലൈവുകളിൽ പല സീൻസ് കാണിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഈക്വലി അവർ എന്ത് ചെയ്തോ, എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യുന്നത് തെറ്റ് തന്നെ. കാരണം സമൂഹത്തില് ഇത്രയ്ക്ക് മോശമായ സീൻസ് അല്ലെങ്കിൽ ഇത്രയ്ക്ക് മോശമായ കാര്യങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു ഉളുപ്പില്ലാതെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. രണ്ടുപേരും ഈക്വലി തെറ്റ് ചെയ്ത കാര്യത്തിൽ ഒരാളെ മാത്രം താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഇന്നലെ കുറച്ച് സീൻസ് ബിഗ് ബോസ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചായിരുന്നു. അതിനെനിക്ക് നല്ല പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല പ്രതിഷേധമുണ്ട്. അപ്പൊ ജാസ്മിൻ അതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടതാണ്. ആ എക്സ്പ്ലനേഷനിൽ എനിക്ക് ഒരു കോപ്പ് മനസ്സിലായില്ലെന്ന് മാത്രമല്ല, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രമാത്രം എക്സ്പ്ലനേഷന്റെ ഒരു ആവശ്യമില്ല. ജാസ്മിനും ഗബ്രിയും ഇത്ര ദിവസം ഷോയിൽ കാണിച്ചിരുന്ന മിക്ക കാര്യങ്ങളും അശ്ലീലം, ആഭാസത്തരം വേണമെങ്കിൽ പല ആളുകളും പറയുന്നുണ്ട്. അതിൽ കാമപ്പേക്കൂത്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആളുകളും പറയുന്നത്. അവരത് പറയുമ്പോൾ അവർക്കാണ് കുറ്റം, അല്ലാതെ ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന ഈ വൃത്തികേടുകളല്ല. ഇന്നലത്തെ എപ്പിസോഡില് നമ്മുടെ ജാസ്മിൻ മോള് പറയുന്നുണ്ട്, ഗബ്രിയോട് എനിക്ക് സ്നേഹമാണ്, അത് പ്രണയമാകാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇപ്പം അറിയിട്ടാ ലൈവ് അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും കൂടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാക്ക് പറഞ്ഞു പോയ ഒരു വ്യക്തി, കുറെ മാസങ്ങളായി റിലേഷൻഷിപ്പിലാണെന്ന് പറയുന്ന ഒരു വ്യക്തി, ആളുടെ ഒരു പൊസിഷന് ഇപ്പോൾ എന്താണ്? ഇനി നാളെ ഒരു കാലത്ത് ഗബ്രിയെ എങ്ങാനും കല്യാണം കഴിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഗബ്രിയുമായ ഒരു ലൈഫ് ഉണ്ടാകുമ്പോൾ ഒരു 10 ദിവസം ഒരു ജോലിക്കാര്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഗബ്രി മാറി നിൽക്കുമ്പോൾ ജാസ്മിൻ നെക്സ്റ്റ് ആളുടെ കൂടെ പോവോ? ഈ ഗബ്രി എന്ന് പറയുന്ന ഈ പേഴ്സണെ കണ്ടിട്ട് വെറും കൈവിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. സ്വന്തം പാരൻസ് ജാസ്മിനെ സ്വന്തം അത്ത വിളിച്ചു പറഞ്ഞ്, അതായത് ജാസ്മിൻ തന്നെ പറഞ്ഞു, പല തെറി പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ സ്വന്തം വീട്ടുകാരെ ധിഖരിച്ച് താനുമായി സ്നേഹത്തിലായിരുന്നു അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്നു, കമ്മിറ്റഡ് ആയിരുന്ന ഒരു പേഴ്സണെ തള്ളിപ്പറഞ്ഞ് ഇതുപോലെ ഒരു പ്രകടനം ബിഗ് ബോസിൽ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഒരാളും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട.
ഒരാളും വരണ്ട. എന്തിന്റെ പേരിലാണെങ്കിലും ഏത് സ്ട്രാറ്റജിയുടെ പേരിലാണെങ്കിലും വൃത്തികേട് കാണിച്ചാൽ വൃത്തികേടിന് തന്നെ വിളിച്ചു പറയും. അതിന് ഒരു പേടിയില്ല. പല വാർണിങ്സ്, ഒരു വാർണിംഗ് അല്ല പല വാർണിങ്സ് ജാസ്മിന് കിട്ടിയിട്ടുണ്ട്. വാർണിങ്സ് എന്ന് പറയേണ്ട, മുന്നറിയിപ്പുകൾ, അല്ലെങ്കിൽ ഇത് ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ലെന്ന് സ്വന്തം വീട്ടുകാർ, അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ്, ഇവരൊക്കെ പറഞ്ഞ് ആവശ്യത്തിൽ അധികം ഇൻഫർമേഷൻസ് കിട്ടിയിട്ടും ആ സെയിം നിലയിൽ തന്നെ പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോള് കുത്തിയിരുന്ന് ബാക്കി കണ്ടസ്റ്റൻസിനെ കുറ്റം പറയുന്നു. അവരങ്ങനെ പറയുന്നു, ഇവര് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തി ദോഷം. അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസിന് ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ആർക്കും ഇതുപോലെ ഇരുന്ന് കരഞ്ഞ് ഡ്രാമ കളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ജാസ്മിന്റെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഒരാളുടെ പേർത്തും, അതായത് വീഡിയോ ഇടുന്നതാണെങ്കിലും അല്ലെങ്കിൽ ലൈവ് ഇടുന്നതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമന്റ്സ് ഇടുന്ന ഒരാളുടെ പേർത്തും നമ്മൾ കിടന്ന് നിരങ്ങി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കുമ്പോൾ ആളുകൾ ഡെഫിനറ്റ്ലി റിയാക്ട് ചെയ്തിരിക്കും. അത് മേ ബി വാക്കുകൾ കടുത്ത് തന്നെ പോകും. കാരണം അതുപോലെയുള്ള കോലാഹലങ്ങളാണ് ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടുന്നത്. അത് പറയാനായിട്ട് ഇവിടെ ആർക്കും ഒരു മടിയില്ല. പറഞ്ഞു തന്നെ ഇരിക്കും, പറഞ്ഞു തന്നെ ഇരിക്കും. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഈ സീൻസ് മാത്രമേ ഉള്ളൂ, അവിടെ ഈ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ മുതൽ ലൈവ് കാണുന്ന വ്യക്തിയാണ് ഞാൻ. നമുക്ക് വേറെ ഒന്നും കാണാനില്ല. ഈ രണ്ട് സാധനങ്ങളെയും, ഇവരുടെ കരച്ചിലും ഇവരുടെ ശോകങ്ങളും, ഇതൊക്കെ കാരണം ഈ ഷോടെ തന്നെ ക്രെഡിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളല്ലാതെ ആ ഷോയിൽ ബാക്കി എന്തുമാത്രം കണ്ടസ്റ്റൻസ് ഉണ്ട്, എന്തുമാത്രം കാര്യങ്ങൾ അവിടെ ചെയ്യാം. ഇതുപോലെ ഒരാൾ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക. ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. ഓക്കെ, അവൾ കരയുവാണെങ്കിൽ കുറച്ച് നേരം കിടന്ന് കരയട്ടെ. കുറച്ച് കണ്ണീര് പോകുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അതൊരു സീനാക്കി TRP, അതാണ് മുഖ്യം. ആ കരച്ചിലൊക്കെ പിടിച്ച് ഇതെന്താ കണ്ണീർ മഴ സീരിയൽ എങ്ങാനുമാണോ? 24 മണിക്കൂറും അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് കൺഫെഷൻ റൂമിലേക്ക് വരൂ. എന്ത് കോപ്പിന് വേണ്ടിയിട്ടാ, എന്ത് പ്രശ്നം അവിടെ ഉണ്ടായിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത്? ഒരാള് ഒരാവശ്യമില്ലാതെ വെറുതെ കിടന്ന് കരയുന്നു. അതിനാണോ കൺഫെഷൻ റൂം? ഇതിനൊന്നും കൺഫെഷൻ റൂമിൽ ചെന്ന് കുറച്ച് വെള്ളം കൊടുത്തപ്പോഴേക്കും കൊച്ചിന്റെ അസുഖമൊക്കെ മാറി. അപ്പൊ കൊച്ചിന് ഒരു അസുഖം ഉണ്ടായില്ലെന്ന് കാര്യം മനസ്സിലായില്ലേ? ഫുൾ ഡ്രാമ. ഇനി ബാക്കി കാര്യങ്ങൾ വഴിയെ മോളുടെ പെർഫോമൻസ് പോലെ. ഇത് വേറെ ആര് കാട്ടിയാലും ഏത് കണ്ടസ്റ്റന്റ് കാട്ടിയാലും നമ്മൾ ഇതുപോലെ തന്നെ പറയും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരിക്കലും ഒരു എപ്പിസോഡ് വൈസ് അയ്യോ ഇന്നാൾ കയറി വരുന്നു, ഇന്ന് നമ്മൾ പാട്ട് കേട്ടായിരുന്നു, ജിങ്കർ, അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് തുടങ്ങിയപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ പരദൂഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഇതിൽ എന്ത് തെറ്റ് കണ്ടാലും നമ്മൾ വിളിച്ച് പറഞ്ഞിരിക്കും, ഒരു മടിയും കൂടാതെ പറഞ്ഞിരിക്കും. ആർക്കെങ്കിലും വിഷമമായെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത എല്ലാവരും, അതായത് നമ്മുടെ നിലപാടുകളോട് യോജിച്ച് നിൽക്കുന്ന ആളുകൾ, ഓക്കെ, അങ്ങനെയുള്ളവർ നമ്മുടെ ചാനൽ സബ് ചെയ്യുക. ഒരു ചെറിയ കമന്റ്, ഒരു ലൈക്ക് ഒക്കെ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഭയങ്കര നമുക്കൊരു എൻകറേജ്മെന്റ് ആയിരിക്കും അടുത്ത വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.